പത്തനംതിട്ടയിൽ പുതുവത്സരാഘോഷത്തിനിടെ DJ ആർട്ടിസ്റ്റിന്റെ ലാപ്ടോപ്പ് പോലീസ് ചവിട്ടിത്തെറിപ്പിച്ചു. അഭിരാം സുന്ദർ എന്ന യൂട്യൂബറിന്റെ ലാപ്ടോപ്പാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ചവിട്ടിത്തെറിപ്പിച്ചത്. അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. മാതാപിതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നു എന്നും തനിക്കെതിരെ പോലീസ് കേസെടുത്തെന്നും അഭിരാം സുന്ദർ 24-നോട് പറഞ്ഞു. വലിച്ചഴച്ച് ഈ കുറ്റവാളികളെ കൊണ്ടുവന്നാണെങ്കിൽ ഇങ്ങനെ കോളറിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇഴച്ച് നേരെ ആൾക്കാരുടെ നടുക്കൂടെ എന്നെ ജീപ്പിൽ കൊണ്ട് കയറ്റി, എന്നിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അന്നത്തെ ദിവസം മൊത്തവും എന്നെ സ്റ്റേഷനിൽ ഇരുത്തി. എന്തിനാണ് എന്നെ ഇരുത്തിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനായിട്ട് അവിടെ ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ പാട്ടിട്ട് ആ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നടത്താൻ ചെന്നു. അല്ലാതെ ഒരു തെറ്റും ഞാനവിടെ ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കാൻ ഒരു പരിപാടി അവിടെ ചെയ്തിട്ടില്ല. പക്ഷേ എന്തിനാണ് എന്നോട് അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് എൻ്റെ അച്ഛനും അമ്മയും ഞാനും കൂടെ ആ സ്റ്റേഷനിൽ ഇരുന്ന് നേരം വെളുപ്പിച്ച്. ന്യൂ ഇയർ ദിനമാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘാടകരും പരിപാടി കാണാൻ എത്തിയവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അതിനിടെയാണ് ഈ സംഭവം. എന്താണ് അവിടെ നടന്നതെന്ന് പരിശോധിക്കും എന്ന് പത്തനംതിട്ട SP R ആനന്ദ് വ്യക്തമാക്കി. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ ഷിജോ, ഒരു പ്രകോപനവും ഇല്ലാതെയാണോ പോലീസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ലാപ്ടോപ്പ് ചവിട്ടി തെറിപ്പിച്ച് കളയുന്നത്? എന്താണ് ലോക്കൽ പോലീസിന് പറയാനുള്ളത് ഇക്കാര്യത്തിൽ? വിജയകുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തരത്തിലുള്ള വിശദീകരണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിന്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട നഗരത്തിൽ ഒരു ക്ലബ്ബ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ഗാനമേള അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ആ പരിപാടിയിലേക്ക് സ്വയം താൻ അങ്ങോട്ട് വന്നുകൊണ്ട് ഒരു DJ പരിപാടി നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള യൂട്യൂബർ അഭിരാം സുന്ദർ ആ ക്ലബിനെ സമീപിക്കുകയും അങ്ങനെ അവിടെ വന്ന് ഏതാണ്ട് 12:30 മണിക്ക് ശേഷം DJ പരിപാടി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ DJ പരിപാടി തുടങ്ങി ഏതാണ്ട് 1 മണിയോടുകൂടി ഈ DJ പുരോഗമിക്കുന്നതിനിടയിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേജിലേക്ക് കയറി വരികയും ആ കയറി വന്ന സമയത്ത് തന്നെ DJ അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ കയറി വരുന്ന സമയത്ത് തന്നെ താൻ ആ DJ അവിടെ നിർത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് അഭിരാം പറയുന്നത്. ആ പക്ഷേ നിർത്തിയ ഉടൻ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേജിലേക്ക് കയറി വന്ന് കാലുകൊണ്ട് തന്റെ ലാപ്ടോപ്പ് ചവിട്ടി തെറിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തന്നെ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ് തന്റെ ലാപ്ടോപ്പ് പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടി തെറിപ്പിച്ചതെന്നോ തന്നെ എന്തിനാണ് ഒരു രാത്രി മുഴുവൻ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട ആ രാത്രി മുഴുവൻ ന്യൂ ഇയർ ദിനത്തിൽ തന്നെയും തന്റെ ക്കാരെയും എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചതെന്നോ തനിക്ക് അറിയില്ല എന്നുള്ള ഒരു കാര്യമാണ് അഭിരാം സുന്ദർ പറയുന്നത്. അതേസമയം പോലീസ് പറയുന്നത് ഈ പരിപാടി നിശ്ചയിച്ച സമയത്തിന് ശേഷവും നീണ്ടുപോയി. അപ്പോൾ അത്ര നേരത്തേക്ക് 1 മണിക്ക് അപ്പുറത്തേക്ക് ഈ പരിപാടി നടത്താനുള്ള സമയം അനുവദിച്ചിരുന്നില്ല. ആ പരിപാടി നീണ്ടുപോയപ്പോൾ പരിപാടിയുടെ സംഘാടകരും അവിടെ ഈ പരിപാടി കാണാൻ വന്ന ആളുകളും തമ്മിൽ നേരിയ സംഘർഷവും വാക്കുതർക്കവും ഒക്കെ ഉണ്ടായി. അപ്പോൾ പോലീസ് ഇടപെട്ടു. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഘടനം ഉണ്ടായ സമയത്ത് അവരെ നേരിടുകയാണ് ചെയ്തത്. അതിനിടയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ലാപ്ടോപ്പ് തട്ടിത്തെറിപ്പിച്ചത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ള കാര്യമാണ് പത്തനംതിട്ട SP R ആനന്ദ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് സാഹചര്യത്തിലാണ് ലാപ്ടോപ്പ് കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചത്, ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യം പത്തനംതിട്ട SP R ആനന്ദ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംഘാടകരും പരിപാടി കാണാൻ വന്ന ആളുകളും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പോലീസ് ഇടപെടുകയാണ് ചെയ്തത് എന്നുള്ളൊരു വിശദീകരണമാണ് SP നൽകുന്നത്. അതേസമയം എന്തിന് ഈ ലാപ്ടോപ്പ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടിത്തെറിപ്പിച്ചു എന്നറിയില്ല, അത് പരിശോധിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെ നഗരത്തിൽ തന്നെ സംഘടിപ്പിച്ച പരിപാടിയിൽ ഏതാണ്ട് 100 കണക്കിന് ആളുകൾ കാണാൻ വന്നിരുന്നു. 12 മണിക്ക് ശേഷം, അതായത് ഈ പരിപാടി ഒരു ക്ലബ്ബാണ് നടത്തിയത്. ആ പരിപാടിയിലേക്ക് സ്വയം താൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബർ ആയിട്ടുള്ള DJ ആർട്ടിസ്റ്റ് അഭിരാം സുന്ദർ ആ പരിപാടിയിലേക്ക് വന്നത്. അപ്പോൾ പരിപാടി ഏതാണ്ട് 12 മണി കഴിഞ്ഞിട്ടാണ് DJക്കുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ 1 മണി വരെ 1-2 പാട്ടുകൾ പാടി DJ തുടങ്ങിയ സമയത്ത് തന്നെയാണ് പോലീസ് ആക്ഷൻ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. എന്തായാലും അഭിരാമിന് തനിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അഭിരാം പറയുന്നത്. അതേസമയം ഇന്നിപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് തനിക്ക് ഈ ലാപ്ടോപ്പിന്റെ നഷ്ടപരിഹാരം നൽകാം, ഏതാണ്ട് 1 ലക്ഷം രൂപ നൽകാം എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിട്ടും ഉള്ള വിവരം അഭിരാം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. വിജയകുമാർ, എന്താണ് അവിടെ നടന്നതെന്ന് പരിശോധിക്കുമെന്ന് പത്തനംതിട്ട SP R ആനന്ദ് വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നുണ്ടോ എന്ന സംശയവുമുണ്ട്. നഷ്ടപരിഹാരം നൽകാമെന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ച് അറിയിച്ചു എന്നും വിവരമുണ്ട്. അപ്പോൾ അതിൽ എന്താണ്, ഈ അഭിരാം സുന്ദറിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു പ്രകോപനം എന്നത് ആർക്കും ഈ ഘട്ടത്തിലും വ്യക്തമല്ല. വിശദാംശങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.